ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഈശയ്ക്ക് പോവാണ് കേട്ടോ. ഇന്നേ വരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു പോവാ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ മഴ കാരണം ഇറങ്ങില്ല, പോവില്ല എന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുത്തു. പക്ഷെ എന്നാലും ഞങ്ങളിന്ന് പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും തന്നെ സമയം 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 9:30ക്ക് കൃത്യം ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. പിന്നെ ഇത് വന്നിട്ട് വാളയാർ അതിർത്തിയാണ് കേട്ടോ, തമിഴ്നാട് വാളയാർ തമ്മിലുള്ള ഒരു അതിർത്തി. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ ഫോണിൽ എത്ര ക്യാപ്ചറായി എന്നറിയില്ല. പിന്നെ ഇത് പോണ ഹൈവേ, ഈ പൂക്കളൊക്കെ ആയിട്ട് ഹൈവേ കാണാനുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. സമയം ഇപ്പോൾ 10:22 ആയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പെട്രോൾ അടിക്കാൻ പറഞ്ഞിട്ട് ഇന്ത്യൻ ഓയിലിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് ചാവടി കഴിഞ്ഞിട്ടും ഉള്ളതാണ്. എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരറിയില്ല. ചാവടി കഴിഞ്ഞിട്ടും ഞങ്ങളവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി കൂടുതലുള്ളവർ വരണം. നമ്മൾ മധുക്കരയിൽ ബ്ലോക്ക് കാരണം ഏതൊക്കെയോ ഒരു കുറുക്ക് വഴിയിലൂടെയാണ് കേട്ടോ വരുന്നത്. ആ കണ്ടോ ശിവ ടെമ്പിൾ. മധുക്കര ഇവിടെ നല്ല കൺസ്ട്രക്ഷൻ വർക്ക്, റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, മധുക്കര എത്തി. ഇവിടെ നിന്ന് എത്ര ഉണ്ട് മധുക്കരയിൽ നിന്ന്? ഒരു 40 കിലോമീറ്റർ. ഇനി ഒരു 40 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. ഞങ്ങൾ 30 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നടന്നിട്ട് പോയിട്ട് വന്നവർക്ക് വണ്ടിയിൽ പോകുന്നത് വലിയ കാര്യം. ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഈ ഒരു സ്കൂള് കാണുമ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഒരു സ്കൂള്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയണ്ടായിരുന്നില്ല, പക്ഷെ പോണ സ്ഥലമുണ്ടല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് സമയം അറിയില്ല, ഏകദേശം 12 മണി ആയിട്ടുണ്ടാവും വിചാരിക്കണം. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ആയിട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു മഴ വരുന്ന പോലുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട്, നല്ല വെയിലില്ലാത്തത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ബൈക്ക് പാർക്കിങ്ങിന് വന്നിട്ട് 20 രൂപയാണ് കേട്ടോ ചാർജ്. പിന്നെ ഞങ്ങൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കും, ഇവിടെ നിന്ന് കാണുമ്പോൾ ശിവൻ ഫസ്റ്റ് ആയിട്ട് കാണുമല്ലേ, നല്ല സന്തോഷമുണ്ടായിരുന്നു. മൊത്തം ക്ലൈമറ്റും നല്ലതായിരുന്നു. പിന്നെ ഓഗസ്റ്റ് 15 ഞങ്ങൾ പോയത്, അത് കാരണം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ തിരക്ക് കുറച്ച് കുറവാണ് കേട്ടോ. കുളിച്ചിട്ടാണ് അവിടെ ഇറങ്ങേണ്ടത്. അവിടെ കുളിക്കണം ആദ്യം. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. എനിക്ക് മറ്റേ സാധനം മേടിക്കണം. ശിവന്റെ മേലെ മോതിരം, ശിവന്റെ മേലെ കർപ്പൂരം വെച്ച്. ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നു. ഇവിടുത്തെ തിരക്ക് കണ്ടോ, ഇത് ഇത്തിരി കുറച്ച് കുറവാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇതിനേക്കാളും നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് രാവിലെ നോക്കുന്ന സമയത്ത് തിരക്ക് കുറച്ച് കുറവായിരുന്നു. ഇതൊക്കെ ഉണ്ടോ, ഇതിന് ചുറ്റുമല, ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രം തന്നെ മലയില്ലാത്തുള്ളൂ കേട്ടോ. നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ആ ഒരു 2 ഗ്യാപ്പ് മാത്രം തന്നെ മലയില്ലാത്തത്, പിന്നെ മൊത്തം ചുറ്റുമല. ഇതൊക്കെ എനിക്കൊരു സ്വപ്നം പോലെയുണ്ട്. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഫോട്ടോ എടുക്കണം. ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
ഇവിടെ വന്നിട്ടൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടിലില്ല. അതാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ഞങ്ങളങ്ങനെ അവിടെ ഒരു ശിവലിംഗം പോലെ എന്തുണ്ടായിരുന്നു, ഞങ്ങളങ്ങനെ അവിടെ തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ നമുക്കൊരു ഫ്രീ ആദിയോഗി ഈശയുടെ ഒരു ഫോട്ടോ കിട്ടും ശിവൻ്റെ. നമുക്കവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് വെച്ചാൽ അവിടുന്ന് ഫ്രീ ആയിട്ടൊരു ഫോട്ടോ കിട്ടും കേട്ടോ. അത് അയാൾ കൈ വെച്ചിരിക്കുന്നുണ്ട്. ആ ഫോട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഞങ്ങൾ പിന്നെ നേരെ പോണത് ഈ പ്ലേസ് ടു വിസിറ്റ് കണ്ടോ, ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. ഇതിൽ ഞങ്ങൾ വാട്ടറിൽ മാത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഫോൺ അലൗഡല്ല. ഞങ്ങൾ പോയ സമയത്തില്ലേ നല്ല മഴ മൂടൽ കാരണം അവിടുത്തെ ക്ലൈമറ്റില്ലേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ആ മല ഒരു ചെറിയൊരു പാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. വലിയ മഴ വരും വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കാളവണ്ടി കണ്ടു. ഇതിൽ കയറാൻ കുറച്ച് പൈസ കൊടുക്കണം കേട്ടോ. നമുക്ക് നടക്കാൻ വയ്യാന്നുണ്ട് വെച്ചാൽ അവർ കൊണ്ട് കുറച്ച് ദൂരം നമ്മളെ കൊണ്ടാക്കും. ഈ ഫോട്ടോ നമുക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് കിട്ടിയത് കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ. ഇവിടെ ഇവരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ടോ, നമ്മുടെ ഫോണും ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് ക്യൂ നിന്നിട്ട് വേണം നമ്മൾ വെക്കണമെങ്കിൽ. കാരണം ഈ പ്ലേസ് ടു വിസിറ്റ് കണ്ടില്ലേ, നമ്മൾ അവിടേക്ക് പോകണമെന്നുണ്ട് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഫോണ് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ വലിയ ബാഗൊന്നും നമുക്ക് അവിടെ നോട്ട് അലൗഡാണ്. ചെറുതൊക്കെ പറ്റും, ചെറിയൊരു ബാഗ് പറ്റും. പിന്നെ ക്യാഷ് അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്സ് ഉണ്ട്, ഫുഡുണ്ട്, എല്ലാം സാധനങ്ങൾ വാങ്ങാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോണവർ ക്യാഷ് കയ്യിൽ വയ്ക്കുക. പിന്നെ അവിടെ GPay ഒന്നും നമ്മൾ ഫോൺ കൊണ്ടുപോകാത്തതുകൊണ്ട് GPay ഒന്നും വർക്കല്ലല്ലോ, ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ചെയ്തൊരു മിസ്റ്റേക്കായിരുന്നു. ഞങ്ങൾ എല്ലാം വെച്ചു, പൈസയും വെച്ചിട്ടുണ്ടായിരുന്നു, ഫോണും വെച്ചതുകൊണ്ട് അവിടെ നിന്നുള്ളിൽ ഒന്നും വാങ്ങാൻ പറ്റില്ല. ഇത് ഈ ഇതിൽ കൂടെ വേണം കേട്ടോ പോകണമെന്നുണ്ട് വെച്ചാൽ. ഇവിടെയൊക്കെ കുറേ കടകളുണ്ട് കേട്ടോ. പക്ഷെ നല്ല റേറ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ഉക്കടത്തുനിന്നാ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലല്ലേ ഒരു ഫ്രീ രുദ്രാക്ഷം കിട്ടും കേട്ടോ. ഒരാൾക്ക് 5 എണ്ണം വരെ വാങ്ങാം. പക്ഷെ നമ്മളൊരു ഫോം, ഈ ഫോണിലുള്ള പോലെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രീ രുദ്രാക്ഷം കിട്ടും. അങ്ങനെ ഞങ്ങളെല്ലാവരും വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 മണി ആവാറായി കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയത് തന്നെ 3 മണി ആവാറായി. അപ്പോൾ തന്നെ ഒരു മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നെല്ലിക്കയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. റേറ്റ് വന്നിട്ട് 30 രൂപയാണ് ഒന്നിന് ചാർജ് ചെയ്യണത്. ഫോൺ പേ എടുക്കാത്തത് ചേച്ചിക്ക് നല്ല കച്ചവടമാണ് കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇറങ്ങുമായിരുന്നു. നേരെ ഞങ്ങൾ പോവുകയാണ് വീട്ടിലോട്ട്. സമയം 3 മണി ആവാറായല്ലോ. നല്ല തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കാണെന്നുണ്ടെന്ന് വെച്ചാൽ നല്ല വിശപ്പ്. സമയം 3 മണിയായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ കഴിച്ചതല്ല, പിന്നെ ഒരു ചായയും കുടിച്ചു. പിന്നെ അങ്ങനെ ഇത് ഈ ഒരു വ്യൂവും കണ്ടിട്ട് ഞങ്ങളിനി ഒരു ലൈറ്റിനിങ് കാണാൻ വേണ്ടി വരാമെന്നുണ്ട് കേട്ടോ. ദിവസം ഉണ്ടാവും 7 മണിക്കാണ് തോന്നുന്നു സ്റ്റാർട്ട് ആവണം, ഞങ്ങൾക്കറിയില്ല. പിന്നെ ഇവിടെ ഷോപ്സിൽ ബാഗ് എല്ലാ സാധനവും ഉണ്ട്, ഡ്രസ്സ് അടക്കം വെക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ റേറ്റ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നല്ല റേറ്റ് ആയിരിക്കും. ഇവിടെ ഒന്നിനെ തന്നെ ഒരു 160 രൂപ, ഒരു ചെറിയൊരു സാധനത്തിന് തന്നെ അങ്ങനെ റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്ന് വിട്ടത് ഒരു ബിരിയാണിയിലേക്കാണ് കേട്ടോ. കൗണ്ടർ ബിരിയാണി. വിശന്നിട്ട് ശരിക്കും എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ നേരത്തെ കഴിച്ചത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്കെന്തോ നമ്മുടെ നാട്ടിൽ ബിരിയാണി കഴിച്ചിട്ട് അവിടുത്തെ ഒരു ബിരിയാണി സെറ്റാവാത്ത പോലൊരു ഫീലായി നമുക്ക്. പിന്നെ വിശപ്പിന് നമ്മൾ കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റൊന്നുമില്ല. വിശന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല തണുത്ത കാറ്റ് കിട്ടും. അപ്പോൾ മഴ വരും പറഞ്ഞിട്ട് ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ വന്നിട്ടുണ്ടായിരുന്നില്ല. മഴ നമ്മളെ ചതിച്ചു. അതുകൊണ്ട് നമ്മൾ നനഞ്ഞില്ല.
പിന്നെ നേരെ ചാവടി കഴിഞ്ഞതും ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. അത് കഴിഞ്ഞതും അടുത്തുള്ളൊരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ തൂക്കി വിൽപ്പനയാണ്. ജസ്റ്റ് അവിടെ ഒന്ന് കയറി, ഒന്നും വാങ്ങിയില്ല ഞാൻ, പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.